കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാവിലെ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവവചനം പങ്കുവെക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം എനിക്ക് നൽകിയ ആ രോഗശാന്തിയും സൗഖ്യവും ഒക്കെ പ്രാപിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പമായിരിക്കുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ മറുപടിയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഫലകരമായിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ടു. അത്ഭുതകരമായി, അതിശയകരമായി ദൈവം വിടുവിപ്പാനിടയായി തീർന്നു. ഈ സന്ദേശം നിങ്ങളെല്ലാവരിലേക്കും കൈമാറ്റം ചെയ്യുകയും അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിനു സ്തോത്രം. ഇന്ന് രാവിലെ സമയം നിങ്ങൾക്ക് നൽകുവാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവവചനമെന്ന് പറയുന്നത്, കഴിവിൽ അമിതമായി ആത്മപ്രശംസ നടത്തുന്ന ആളുകളുടെ പരാജയം. കഴിവിൽ, ഓരോരുത്തരുടെ കഴിവിൽ ആത്മപ്രശംസ നടത്തി പരാജയത്തിൻ്റെ ആഴങ്ങളിൽ വീഴുപോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ്. വലിയ ആത്മപ്രശംസ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സമയങ്ങളിൽ തൻ്റെ മുമ്പിലുള്ള വീഴ്ചകളും താഴ്ചകളും തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ താൻ സംസാരിക്കുന്ന വാക്കുകൾ നമുക്കൊരു മുന്നറിയിപ്പായി കാണേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടടുത്തു വരുന്നതായ സമയങ്ങളിൽ, അവർ ഒന്നിച്ച് കടന്നു പോകുന്നതായ സാഹചര്യങ്ങളിൽ, മാളികമുറിയിലെ പെസഹാ ഭക്ഷണത്തിന് അന്ത്യപ്രഭാഷണത്തിന് ശേഷം യേശു ശിഷ്യന്മാരുമായി ഒലിവുമലയിലേക്ക് പുറപ്പെട്ട ആ സമയം, ഏകദേശം ആ രാത്രിയോടടുത്തിരുന്നു. ദൈവത്തിനു സ്തോത്രം. യാത്രയുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എങ്കൽ ഈ രാത്രിയിൽ ഇടറും എന്ന് പറഞ്ഞു. ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും ഇടറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആ യേശുക്രിസ്തുവിൻ്റെ ആ വാക്കുകളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായ പത്രോസ്, ദൈവത്തിനു സ്തോത്രം, ഇപ്രകാരം മറുപടി പറയുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാം. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസിന്റെ മറുപടി, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വാക്കുകളും പത്രോസിന്റെ വാക്കുകളും വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ്. യേശു പറയുന്നു, നിങ്ങളെല്ലാവരും ഇടറിപ്പോവും. ഉടനെ പത്രോസ് പറയുന്നു, ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറുകയില്ല. ഉടനെ യേശു പറയുന്നു, കോഴി ആമേൻ 3 വട്ടം കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. സ്തോത്രം. പത്രോസ് പറയുന്നു, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ എന്ത് ചെയ്യത്തില്ല, തള്ളിപ്പറയത്തില്ല. ഇതാണ് ഈ വേദഭാഗത്തിൽ 4 സുവിശേഷകരും
വളരെ ശക്തമായ നിലയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ഒരു നഗ്ന സത്യമായ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഒരു കാര്യം, പലപ്പോഴും മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടും നാം അതിനെ അവഗണിച്ചു കളയുന്ന സാഹചര്യമുണ്ട്. ദൈവം നമുക്ക് പലപ്പോഴും മുന്നറിയിപ്പുകൾ നൽകും. എനിക്ക് അറ്റാക്ക് ഉണ്ടാകുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ ചങ്ങിനകത്ത് വലിയ ഒരു ഭാരവും, ഇവിടെ വലിയ കല്ലെടുത്ത് വെച്ചിരിക്കുന്ന പോലുള്ള ഭാരം, തുടർന്ന് ഈ ഇടതുഭാഗത്തായിട്ട് ചെറിയ ചെറിയ കുത്തിയുള്ള ചെറിയ വേദനകൾ, അതിങ്ങനെ കൂടി വന്നിട്ട് ഏറ്റവും അവസാനം പുറത്തേക്ക് വേദന വന്നു. അകവും പുറവും വേദനയായി. അപ്പോ മുന്നറിയിപ്പുകൾ 2-3 ദിവസങ്ങളായി നൽകുകയായിരുന്നു. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചതു മുൻപോട്ട് നാം പോകുമ്പോഴാണ് അതിഭയാനകമായ അപകടത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമുണ്ടാകുന്ന വിവിധമായ കാര്യങ്ങളെ മുൻകൂട്ടി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും. 12 ശിഷ്യന്മാരും ഇടറിപ്പോകും. ഒരാളെ പോലും സെപ്പറേറ്റ് ചെയ്തില്ല. കാരണം യേശു ക്രിസ്തുവിന് ഇവരെ എല്ലാവരെയും നന്നായിട്ടറിയാം. ഇവരുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിയാം, ചിന്തകൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ ആമേൻ നിലകൊള്ളുമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. ആരൊക്കെ ഈ ആത്മീയ മേഖലയിൽ ഉഡായിപ്പ് കാണിച്ച് ദൈവഹിതമല്ലാത്ത നിലവാരത്തിൽ പോകുന്നുണ്ടെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. നമ്മുടെ ദൈവം പൊട്ടനല്ല. ഹല്ലേലൂയ. നീ യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവനാണോ അല്ലയോ എന്ന് ആമേൻ ദൈവത്തിന് നന്നായിട്ടറിയാം. ഞാനും നിങ്ങളുമൊക്കെ ആമേൻ പ്രിയപ്പെട്ടവരെ പല മേഖലകളിൽ ഇടറി വീണവരാണ്. ഹല്ലേലൂയ. ഞാൻ ഉറപ്പായി പറയുന്നു, കർത്താവിന്റെ വാക്കുകൾ, മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ, എങ്ങനെയാ നമുക്ക് ലഭിക്കപ്പെടുന്ന മുന്നറിയിപ്പ്? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം കേൾക്കുവാനിടയായി. കർത്താവിന്റെ ദാസന്മാര് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോടെന്നില്ലാതെ ഒരു ദൂത് ആമേൻ വിളിച്ചു പറഞ്ഞു. അത് എനിക്കുള്ള ദൂതായിരുന്നു. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ടതുപോലെ എന്നോട് സംസാരിച്ചു. അല്ലേ? ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വലിയ ഒരു ദൈവിക വെളിപ്പാട് കണ്ടു. ദൈവം നമ്മോട് ആമേൻ സംസാരിക്കുകയും മുൻകൂട്ടി ആമേൻ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുകയും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ അതിനെ ഏറ്റെടുക്കുന്ന ഒരു തലമുണ്ടല്ലോ. പത്രോസിനോട് വ്യക്തിപരമായിട്ട് ദൈവം ഇവിടെ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറിപ്പോകും. എല്ലാവരെയും കൂടെ ചേർത്താണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ പത്രോസ് പ്രത്യേകിച്ചൊരു എടുത്തിയാട്ടക്കാരനാണ്. അതങ്ങ് എടുത്തിയാടി പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ആ എല്ലാവരും ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. എല്ലാവരും മറ്റുള്ള 11 പേരെ പോലെ അല്ല ഞാന്. അവർക്കില്ലാത്ത ഒരു കഴിവ് എനിക്കുണ്ട്, ഞാൻ ഇടറത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവനെ പോലെ അല്ല, ഞാൻ അവളെ പോലെ അല്ല. ഇത് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്. ആമേൻ. മറ്റുള്ളവരെ ആമേൻ ചെറുതാക്കിക്കൊണ്ട്
മറ്റുള്ളവരെ അവഹേളിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ചവിട്ടി താത്തുകൊണ്ട് നാം വളരാനായി ശ്രമിച്ചാൽ അത് ഏറ്റവും വലിയ അപകടമായി മാറും. ഹല്ലേലൂയ. ദൈവം ഓരോരുത്തർക്കും ഓരോ കൃപയല്ലേ കൊടുത്തിരിക്കുന്നത്, ഓരോ വിധത്തിലല്ലേ താലന്തുകൾ നൽകിയിരിക്കുന്നത്. ഒരുവന് 2 ആണെങ്കിൽ ഒരുവന് 10 താലന്ത്, ഒരുവൻ 5 താലന്ത് അല്ലേ. ഓരോരുത്തരുടെ പ്രാപ്തി പോലെയല്ലേ കൊടുത്തിരിക്കുന്നത്. അതിൽ നാം കുശുമ്പ് കുത്തേണ്ട ആവശ്യകതയുണ്ടോ? ഒരാൾ നന്നായി പ്രാർത്ഥിച്ചാൽ, ഒരാൾ നന്നായി ദൈവത്തെ ആരാധിച്ചാൽ അല്ലേ, നമ്മൾ എന്തിനാ കുശുമ്പ് കുത്തുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ആമീൻ, പത്രോസിന്റെ ഈ വാക്കുകൾ അവന്റെ ജീവിതത്തിലെ വലിയ വീഴ്ചയ്ക്ക് കാരണമാകുവാനിടയായി. ഹല്ലേലൂയ. പറയാണ്, ഞാൻ ഇടറുക മാത്രമല്ല എൻ്റെ ജീവനെയും കൂടെ ഞാൻ വെച്ച് കൊടുക്കും. എൻ്റെ ജീവനെയും കൂടെ ഞാൻ വെച്ചു കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ ഇടറിപ്പോകുകയില്ല. വേണ്ടി വന്നാൽ എൻ്റെ കഴുത്തും കൂടെ ഞാൻ വെച്ചു കൊടുക്കും. എൻ്റെ ജീവൻ ഞാൻ വെച്ചു കൊടുക്കും. ഉറച്ച തീരുമാനമാണ്. കർത്താവ് മറുപടി പറയുന്നു, നീ 1 മണിക്കൂറിനകം എന്നെ 3 വട്ടം തള്ളിപ്പറയും. ഹല്ലേലൂയ. 1 മണിക്കൂറിനകം. ദൈവത്തിനു സ്തോത്രം. വളരെ ഹല്ലേലൂയ വ്യക്തമായി പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. ഹല്ലേലൂയ. ഇതൊരു വ്യക്തമായ മുന്നറിയിപ്പാണ്, വ്യക്തമായ ഒരു ആലോചനയാണ്. നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിന്റെ മുഖത്തു നോക്കി മുൻകൂട്ടി പറഞ്ഞിട്ടും എന്തുകൊണ്ട് അശ്രദ്ധ കാണിച്ചു? ഞാൻ ഒന്നുകൂടെ പറയാം. നാം ഓരോരുത്തരും ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഒരപകടമാണെന്ന് മുഖത്തു നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞിട്ടും പിന്നെയും അതിലേക്ക് പോകുന്നെങ്കിൽ അതെത്രമാത്രം അധപ്പതനമാണ്, എത്രമാത്രം അപകടകരമായതാണ് അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുകയാണ്, വളരെ മുൻകൂട്ടി കൃത്യമായി മുഖത്തു നോക്കി കർത്താവ് പത്രോസിനോട് പറഞ്ഞ ആലോചനകളെ വെറുതെ തള്ളിക്കളഞ്ഞ് അപകടകരമായ തലത്തിലേക്ക് നീങ്ങുന്ന പത്രോസ് അവസാനം പൊട്ടിക്കരയുകയാണ്. ആമേൻ. അരുമനാഥന്റെ മുഖത്ത് നോക്കി നിലവിളിക്കുകയാണ്. യഥാസ്ഥാനപ്പെടേണ്ടതിനു വേണ്ടി അവൻ കരയുകയാണ്. പ്രിയരെ, ദൈവവചനം കേട്ടിട്ടും ദൈവാലോചനകൾ വ്യക്തമായി നിന്നോട് അറിയിച്ചിട്ടും നീ അതിനെ കൃത്യമായി ഏറ്റെടുക്കാൻ തയ്യാറാകാതെ അപകടകരമായ തലത്തിൽ ചെന്ന് വീണിട്ട് നീ നിലവിളിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് രാവിലെ സമയത്ത് കർത്താവ് നിന്നെ തൊടാൻ പോവുകയാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താണ്. കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ അടുത്തു വരുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? സ്വർഗം നിന്നെ ആദരിക്കും, നിന്നെ മാനിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. ഇന്ന് രാവിലെ സമയത്ത് അവൻ വിധേയപ്പെടാൻ തയ്യാറായാൽ, സമർപ്പിതമായ ഒരു ജീവിതത്തിലേക്ക് നീങ്ങാൻ തയ്യാറായാൽ നിന്റെ സ്ഥിതിക്ക് ദൈവഭേദം വരുത്തും. ആമേൻ. പത്രോസിന്റെ സ്ഥിതിക്ക് ദൈവഭേദം വരുത്തി. അവൻ കരഞ്ഞു, തെറ്റുകൾ ഏറ്റുപറഞ്ഞു, അനുദപിച്ചു. അതിന് മറുപടിയായി കർത്താവ് അവനെ ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ തിരുവെഴുത്തുകൾ കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.